കണ്ണൂരിലെ അക്രമ സംഭവങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിൽ പോലീസും രാഷ്ട്രീയ പാർട്ടികളും പരാജയപ്പെടുന്നു. സുരക്ഷ ശക്തമാക്കുമ്പോഴും അക്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ പ്രതികളെ പിടികൂടുന്നതിലും പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് ആരോപണം. ഇതിനകം 30-ലേറെ വീടുകൾ ആക്രമിക്കപ്പെട്ട കണ്ണൂരിൽ നിരവധി പേരാണ് പരിക്കേറ്റ് കഴിയുന്നത്. അതേസമയം ആഭ്യന്തര വകുപ്പ് എന്ത് വില കൊടുത്തും അക്രമം അടിച്ചമർത്തണമെന്ന് DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3 ദിവസമായി കണ്ണൂരിൽ തുടരുന്ന അക്രമ സംഭവങ്ങളെ അടിച്ചമർത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സുരക്ഷ ശക്തമാക്കും, പ്രതികളെ ഉടൻ പിടികൂടുമെന്നെല്ലാം പോലീസ് വ്യക്തമാക്കുമ്പോഴും വീടാക്രമണങ്ങൾ തുടരുകയാണ്. ഇന്നലെ രാത്രിയിലും 5 വീടുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. അമ്പാടിമുക്കിലും പരിസര പ്രദേശങ്ങളുമായി BJP CPM പ്രവർത്തകരുടെ വീടുകളാണ് എറിഞ്ഞു തകർക്കപ്പെട്ടത്. ഇതിനിടെ 2 നാടൻ ബോംബുകളുമായി CPM പ്രവർത്തകൻ ചക്കരക്കല്ലിൽ പോലീസ് പിടിയിലുമായി. അതേസമയം ആഭ്യന്തര വകുപ്പ് എന്ത് വില കൊടുത്തും അക്രമം അടിച്ചമർത്തണമെന്നാവശ്യപ്പെട്ട് DCC പ്രസിഡന്റും രംഗത്തെത്തി. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത് അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ 17/7/24 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അഴീക്കോട് നിന്ന് ആരംഭിച്ച സംഘടനകളുടെ തുടർച്ചയായി 30-ലേറെ വീടുകളാണ് ജില്ലയിൽ ആക്രമിക്കപ്പെട്ടത്. വീട്ടുസാധനങ്ങൾ തകർത്ത് അഗ്നിക്കിരയാക്കി. സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഈ സാഹചര്യത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് കൂട്ടായ ഒരു സമാധാന ശ്രമം ഇതുവരെയും നടന്നിട്ടില്ല. അതിനിടെ ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡി ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ജില്ലയിലേക്ക് നിയോഗിക്കപ്പെട്ട ദ്രുതകർമ്മസേനയുടെ ആദ്യ സംഘവും കണ്ണൂരിലെത്തി. റിപ്പോർട്ടർ, കണ്ണൂർ.